നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ നായകനായി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ തുടരും എന്ന് പറയുന്ന സിനിമയുടെ 2 ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. 2 ദിവസത്തെ വിദേശ കണക്കുകൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്കായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം പ്രൊമോഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു പ്രൊമോഷൻ ഇല്ലായ്മയൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയതോടുകൂടി വളരെ സിമ്പിൾ ആയിട്ട് മറികടന്നു എന്ന് മാത്രമല്ല റെക്കോർഡ് കളക്ഷനുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത് 100 കോടി നേടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിന്റെ പോലും ഒരു കണിക പോലും ബാക്കി വെക്കാതെ ഗംഭീരമായിട്ടുള്ള വിജയമായിട്ട് മാറിയിരിക്കുകയാണ്. 100 കഴിയും 200 കഴിയും എന്നുള്ളൊരു കാര്യം ഇതേ നിമിഷം, അതായത് 2ാം ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറയുന്നു 200 കോടി കളക്ഷൻ ഈ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് നേടുമെന്നും കേരളത്തിൽ മാത്രമായിട്ട് ഒരു 60 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടുമെന്നുമുള്ള കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. 200 കോടി വേൾഡ് വൈഡ് ആയിട്ട് നേടുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 60 മാത്രമല്ല, മിനിമം ഗ്യാരണ്ടിയാണ് പറഞ്ഞത് 60 എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു കളക്ഷൻ സിനിമ നേടാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താഴെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ തെറികളും ബഹുമാനമില്ലാത്ത സംസാരങ്ങളും എല്ലാം തന്നെ ഇവിടെ അനുവദനീയമാണ്. അതാണ് അധികം കാണുന്നത്. അതുകൊണ്ടാണ് അവരെ ആദ്യം പറഞ്ഞത്. ഇനി അതല്ല, മാന്യന്മാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാന്യമായിട്ടുള്ള സംസ്കാരവും താഴെ കാണിക്കാവുന്നതാണ്. അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്ന് മാത്രം. എന്ത് തന്നെയായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 2 ദിവസം കൊണ്ട് 12 കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 5 കോടി 25 ലക്ഷം രൂപ എന്നാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് കേരളത്തിൽ നിന്ന് കിട്ടിയത്. പക്ഷെ 5 കോടി 10 ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. 5 കോടി 10 ലക്ഷം രൂപ കിട്ടി കേരളത്തിൽ നിന്ന് ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ 2ാം ദിവസം 7 കോടിയിലേക്കുള്ളൊരു വലിയ ജമ്പാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സാധാരണയായിട്ട് 2ാം ദിവസം കളക്ഷൻ ചെറുതായിട്ടൊന്ന് ഇടിയുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. എന്നാൽ ഇവിടെ ഏകദേശം ഒരു 30% ഉയർച്ചയാണ് 2ാം ദിവസത്തെ കളക്ഷനിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് സിനിമ വലിയ ഒരു വിജയമായിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞായറാഴ്ച, അതായത് ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു 9 കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. കാരണം അതേ രീതിയിൽ ചിത്രത്തിന് പേരും കിട്ടിയിട്ടുണ്ട്, കളക്ഷനും കിട്ടുന്നുണ്ട്. ബുക്ക് മൈ ഷോയൊക്കെ തരംഗമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ടല്ല, വിദേശങ്ങളിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്നത് 26 കോടി രൂപയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 12 കോടി രൂപയും ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നായിട്ട് 3 കോടി രൂപയും വിദേശത്ത് നിന്ന് മാത്രമായിട്ട് 26 കോടി രൂപയും 2 ദിവസം കൊണ്ട് നേടിയ ചിത്രം ഇതുവരെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് 41 കോടി രൂപയാണ് എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വലിയ പ്രൊമോഷൻ ഇല്ല, വലിയ ബഡ്ജറ്റ് സിനിമയല്ല, എന്നിട്ട് പോലും സിനിമ 2 ദിവസം കൊണ്ട് 41 കോടി രൂപയിലേക്ക് എത്തി എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സിനിമ കണ്ടു തുടങ്ങുകയും സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും ചെയ്ത പിള്ളേരുണ്ടല്ലോ, ഒരു കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഗ്യാപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പിള്ളേർക്ക് ഒരു കോമഡി പീസ് ആയിരുന്നു മോഹൻലാൽ എന്നുള്ളൊരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതേപോലെയുള്ള നിലവാരമുള്ള സിനിമകളാണ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ പ്രതീക്ഷയുള്ള സിനിമകൾ വന്നപ്പോൾ പോലും, വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ വന്നപ്പോൾ പോലും അതെല്ലാം തിയേറ്ററുകളിൽ ദാരുണമായിട്ട് തകർന്നടിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതോടുകൂടി തന്നെ ഈ പറഞ്ഞ ന്യൂജൻ പിള്ളേരൊക്കെ മോഹൻലാലിനെ കളിയാക്കാനും ട്രോളാനും മാത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണുകയും ചെയ്തു. നമ്മൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് പോയി നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ മോഹൻലാലിനെ കൊണ്ട് എന്താണ് ബോക്സ് ഓഫീസിൽ കാണിക്കാൻ പോകുന്നത് എന്ന് ഈ പറഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർക്ക് അറിയത്തില്ല. അവർ കാണാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എമ്പുരാന്റെ റിവ്യൂ ചെയ്ത സമയത്ത്. അത് നമ്മൾ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ ആ ഒരു മാജിക്, ബോക്സ് ഓഫീസ് മാജിക്, മലയാള സിനിമയിലെ
ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മാജിക് ഇപ്പോൾ രണ്ടാമതും തുടരുന്നു. മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഫാൻ ഫൈറ്റ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അതിനെപ്പറ്റി ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആർക്കും ഈ പറഞ്ഞ പുതിയ യുവാക്കളായിട്ടുള്ള ആർക്കും തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ബോക്സ് ഓഫീസ് പവർ മോഹൻലാലിനുണ്ട് എന്നുള്ള കാര്യം. അത് ഇപ്പോൾ ഏകദേശം അവരുടെ കൺമുന്നിൽ തന്നെ വരുന്നുണ്ടാവാം. കാരണം എന്താണെന്ന് നിങ്ങൾ ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതലായിട്ട് അതിനകത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് തന്നെയാലും രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടി രൂപ നേടിയ സിനിമയുടെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്. കർണാടകയിൽ സിനിമയ്ക്ക് 50 ലക്ഷം രൂപയാണ് കളക്ഷൻ നേടാൻ സാധിച്ചത്. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നതും കർണാടകയിൽ നിന്ന് തന്നെയാണ്, 50 ലക്ഷം രൂപ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്നായി സിനിമയ്ക്ക് ആദ്യ ദിവസം വെറും 10 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ 25 ലക്ഷം രൂപയുടെ കളക്ഷൻ നേടിയെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 കോടി 10 ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മൊത്തം ആദ്യ ദിവസം മാത്രമായിട്ട് വന്നിരിക്കുന്നത് 6 കോടി 10 ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി ആദ്യ ദിവസം വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ്, അതായത് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മാത്രമായി ആദ്യ ദിവസം 10 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകളും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടതും ഈ പറഞ്ഞ യുവാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് പുറത്ത്, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ മോഹൻലാലിനെ തൊടാനോ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പവറിന്റെ 1/3 തൊടാൻ പോലും ഇവിടെ മലയാളത്തിൽ നിന്ന് ഒരു നടനും സാധിച്ചിട്ടില്ല. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ഷാരൂഖ് ഖാൻ സിനിമകൾക്കും അതുപോലെ തന്നെ രജനീകാന്ത് സിനിമകൾക്കും മാത്രമാണ് GCCയിൽ മോഹൻലാലിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. അത് മലയാളികൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അല്ലാതെ വേറെ ഒരു താരത്തിനും GCCയിൽ മോഹൻലാലിനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ, അമീർ ഖാൻ പോലുള്ള വമ്പന്മാരുണ്ട്. സൂര്യ, അജിത്ത്, വിജയ് പോലുള്ള വമ്പന്മാർ സൗത്ത് ഇന്ത്യയിലുണ്ട്. തെലുങ്കിൽ നിന്നാണ് ഒരു കൂട്ടം ആൾക്കാർ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഓർക്കേണ്ടതുണ്ട്, ഇപ്പൊ ബാഹുബലി പോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ചേഞ്ചസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ നോർമൽ സിനിമകളുടെ കാര്യമാണ്. അപ്പോൾ അതുപോലെയുള്ള വലിയ മാർക്കറ്റുള്ള ഒരു താരമാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ആ മാർക്കറ്റ് പവർ, ബോക്സ് ഓഫീസ് പവർ തിരിച്ചു വന്നിരിക്കുന്നു ഈ 2 സിനിമകളിലൂടെ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമായി മാറുകയും വലിയ രീതിയിൽ തന്നെ വിദേശത്തൊക്കെ മാർക്കറ്റ് നേടിയെടുക്കുകയും ചെയ്തതിന് ശേഷം വന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയായിരിക്കാം യൂറോപ്പിൽ നിന്ന് കൃത്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കണക്കുകൾ, അല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും തിരിച്ചിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ പോലും യൂറോപ്പിൽ നിന്നെല്ലാം നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് എത്രത്തോളം സത്യമാണ് എന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് കിട്ടുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സത്യമാണോ, അവിടെ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ കാരണമായിരിക്കുന്നതും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സാമ്പത്തിക വിജയം തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിന് അവിടെ കിട്ടിയ മാർക്കറ്റ് തന്നെയായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തിനേലും തുടരും എന്ന് പറയുന്ന ഒരു കൊച്ചു ചിത്രം വന്നിട്ട് വലിയ കലക്കാണ് ബോക്സ് ഓഫീസിൽ കലക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.